അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുർ റഅദിലെ 32-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ പ്രവാചകനാണോ? അത്ഭുതം കാണിക്കാത്തവൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവാചകനാവുക എന്നൊക്കെ മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഅംലൈതു ലില്ലദീന കഫറൂ സുമ്മ അഖദ്തുഹും ഫകൈഫ കാന ഇഖാബ്. വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാർ പരിഹസിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും സത്യനിഷേധികൾ സത്യത്തെ നിഷേധിച്ച് തള്ളുക മാത്രമല്ല, സത്യസന്ദേശം പ്രചരിപ്പിക്കുന്നവരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ കഥകൾ വന്ന പല സൂറത്തുകളിലും ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമൂഹം പരിഹസിച്ചിരുന്ന കാര്യം വിവരിക്കുന്നുണ്ട്. പരിഹസിക്കപ്പെടാതെ ഒരു പ്രവാചകനും ചരിത്രത്തിൽ കടന്നു പോയിട്ടില്ല എന്ന വാചകം തന്നെ ഖുർആനിൽ ആവർത്തിച്ചു വന്നതായി കാണാം. സത്യസന്ദേശം പ്രചരിപ്പിക്കുന്നവരെ ഇന്നത്തെ കാലത്തും അഹങ്കാരികളായ നിഷേധികൾ, 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ മതവിശ്വാസം കൊണ്ടു നടക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് നാം കാണുന്നതല്ലേ. ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ അഹങ്കാരികൾ പ്രയോഗിക്കുന്ന രീതിയാണ് പരിഹസിച്ച് തളർത്തുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, താങ്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിഹാസം ആദ്യത്തേതല്ല. സത്യദീൻ പ്രചരിപ്പിച്ച പ്രവാചകന്മാരൊക്കെ താങ്കളെപ്പോലെ പരിഹാസത്തിനും അവഹേളനക്കും വിധേയരായിട്ടുണ്ട്. ഫഅംലൈതു ലില്ലദീന കഫറു, അപ്പോഴൊക്കെയും സത്യനിഷേധികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയായിരുന്നു. ഫഅംലൈതു, ഞാൻ സാവകാശം നൽകി, ഞാൻ സമയം നീട്ടിക്കൊടുത്തു. ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക്. അള്ളാഹു ധർമ്മധിക്കാരം പ്രവർത്തിച്ചവരെ, പ്രവാചകന്മാരെ പരിഹസിച്ചവരെ, അഹങ്കാരികളായ സത്യനിഷേധികളെ കുറേ കാലം ശിക്ഷിക്കാതെ സാവകാശം നൽകി വിട്ടു. അവർക്ക് പുനർചിന്തക്കും നന്നാവാനുമുള്ള അവസരമായി കൊണ്ടാണ് ശിക്ഷ വൈകിപ്പിച്ച് സാവകാശം നൽകിയത്. സുമ്മ അഖദ്തുഹും, എന്നാൽ പിന്നീട് ഞാൻ അവരെ പിടികൂടി. ഒടുവിൽ അവരെ കടുത്ത ശിക്ഷയിലൂടെ അള്ളാഹു പിടികൂടി. ഫകൈഫ കാന ഇഖാബ്, എൻ്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നോ. എല്ലാ അവസരങ്ങളും നൽകിയിട്ടും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ ധിക്കാരികൾക്ക് എൻ്റെ ശിക്ഷ എത്ര കഠോരമായിരുന്നുവെന്നോ. മുൻ പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയ ജനങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ശിക്ഷയെക്കുറിച്ച ചരിത്ര പാഠങ്ങളും ചരിത്ര ശേഷിപ്പുകളും പരിശോധിച്ചാൽ അത് എത്ര കൊടൂരമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ റമളാനിലെ 1/3 നാം വളരെ വേഗം പിന്നിട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് അടുക്കുവാൻ എത്രമാത്രം നാം ശ്രദ്ധിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുകയും പോരായ്മകൾ തിരുത്തി കൂടുതൽ നന്നായി ഈ പുണ്യമാസത്തെ ഉപയോഗപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. ഖുർആൻ പഠനത്തിലും പാരായണത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഖുർആൻ പഠനങ്ങളും പാരായണങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.